ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പഴയകാല ചെടിയാണ്. പണ്ട് കാലത്ത് എല്ലാ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെടി തന്നെയാണിത്. ഇതിനെ ഞങ്ങളൊക്കെ വിളിക്കുന്നത് സൂര്യകാന്തി എന്നാണ്. സൂര്യകാന്തി എന്ന് വിളിക്കാൻ കാരണം ഇതിൻ്റെ ഇലകൾ കണ്ടു കഴിഞ്ഞാൽ സൂര്യകാന്തി ചെടിയുടെ ഇലകളുമായിട്ടൊക്കെ നല്ല സാദൃശ്യമുള്ളതുകൊണ്ടാണ്. പക്ഷേ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ കൂടുതലും നമ്മുടെ സീനിയ ആയിട്ടാണ് സാദൃശ്യം തോന്നുന്നത്. പൂക്കൾക്കെല്ലാം ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറമാണ്. ഇത് അത്യാവശ്യം നല്ല ഒരാൾ പൊക്കത്തിലൊക്കെ ഹൈറ്റിൽ പോകുന്ന ഒരു ചെടിയാണ്. ഈ ചെടി ഉണ്ടായി വരുമ്പോൾ തന്നെ ഇഷ്ടം പോലെ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് എല്ലാ ബ്രാഞ്ചിലും മുട്ടുകളും പൂക്കളുമായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇനി പ്രത്യേകിച്ച് അങ്ങനെ പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വെള്ളം മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. വെള്ളം ഇല്ലെങ്കിൽ ചെടി പെട്ടെന്ന് അങ്ങ് വാടിപ്പോവും. പൂക്കളെല്ലാം വാടി വല്ലാതെയാവും. ഈ സീസണിൽ, അതായത് ഈ ജൂൺ ജൂലൈ സമയത്തൊക്കെയാണ് ഇത് കൂടുതൽ നല്ല രീതിയിലൊക്കെ നമുക്ക് ഫ്ലവർ തരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഓണക്കാലത്തൊക്കെ പൂക്കളം ഇടാനൊക്കെ ഈ പൂക്കൾ കൂടുതലായിട്ടൊക്കെ ഒന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഈ പൂക്കളുടെ ഇതളുകളൊക്കെ പൊഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് നടുക്ക് ഭാഗം എന്ന് പറയുന്ന വിത്തുകളാണ്. അത് താഴെ വീണാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത്. പിന്നല്ലാതെ ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് നട്ടിട്ട് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്. ഇഷ്ടംപോലെ തേനൊക്കെ ഉള്ളതുകൊണ്ട് ബട്ടർഫ്ലൈസൊക്കെ എപ്പോഴും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഇപ്പം അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള സ്ഥലത്ത് വേണം ഇത് ക്രമീകരിക്കാനായിട്ട്, നിലത്ത് നടുമ്പോൾ. കാരണം ഇത് നല്ല രീതിയിൽ, ഞാൻ പറഞ്ഞല്ലോ, നല്ല ഹൈറ്റിൽ പോകുന്നൊരു ചെടിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത് ചെടിച്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. നല്ലൊരു മണമൊക്കെയാണ് ഈ ചെടിക്ക്. എന്തായാലും നമ്മുടെ പൂന്തോട്ടം നല്ല കളർഫുള്ളാക്കാനായിട്ട് പറ്റിയ നല്ലൊരു ചെടിയാണ്. ഇതിൻ്റെ ഒരു സെയിം ഇലയൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു മഞ്ഞ വെറൈറ്റിയും കൂടെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ 1-2 സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വിത്ത് സംഘടിപ്പിക്കാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല. എന്തായാലും നല്ലൊരു ഭംഗിയായിട്ടുള്ള ചെടിയാണിത്. ഇങ്ങനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടിരുന്ന് കിട്ടിയൊരു ചെടിയാണ് ഇത്. വെച്ചാൽ പണ്ടത്തെ ഒരു ചെടി ആയതുകൊണ്ടും പിന്നെ ഇത്രയും നല്ലൊരു മനോഹരമായ ചെടിയൊക്കെ ആയതുകൊണ്ടൊക്കെ ഞാനങ്ങനെ വളരെ ആഗ്രഹിച്ച് കൊണ്ടുവന്ന് നട്ട ചെടിയാണിത്. നല്ലൊരു ഭംഗിയും നല്ല പൂന്തോട്ടത്തിന് നല്ലൊരു അഴകും ഒക്കെ തരും. എപ്പോഴും പൂക്കളും തരും. സാധാരണ ചെടിയൊക്കെ ഉണ്ടായി വരാനായിട്ടൊക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ, പൂക്കളൊക്കെ ഉണ്ട്. ഈ ചെടിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ പുതിയ പുതിയ ബ്രാഞ്ചൊക്കെ വന്നിട്ട് അതിനിങ്ങനെ നിറച്ചിങ്ങനെ പൂക്കളായിട്ട് അങ്ങനെ നിൽക്കുകയും ചെയ്യും. നല്ലൊരു ഭംഗിയാണ്. ഇതൊക്കെയാണ് ഈ ചെടിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.